സമസ്തക്കാരെയും കുബൂരികളെയും അവർ 90% തൗഹീദുള്ളവരായി ഇവര് കണക്കാക്കുകയാണ്. എന്നിട്ട് അവരെയൊക്കെ അംഗീകരിക്കണം. മാസപ്പിറയുടെ വിഷയത്തിൽ അവരെ അംഗീകരിക്കണം. എന്തിനതൊക്കെ കൊണ്ടുവരുന്നത്? ഏത് കുബൂരിയും ഏത് സൂഫിയും അവനെ ഖാളിയായി നിശ്ചയിക്കാം. അവരുടെ ഖലാ വിധി നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഇവിടുത്തെ കാന്തപുരം പറഞ്ഞാലും ഇനി CM എന്നെ മാസം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം. ഈ ഖുറാഫികളോടൊപ്പമാണ് നിൽക്കേണ്ടത്. ഇതിനാണ് കാഫറാക്കി എന്ന് എന്നെ കുറിച്ച് ഒരുത്തൻ നസീഹത്ത് നടത്തിയത്. എനിക്ക് മാത്രമല്ല, കൂട്ടത്തിലുള്ള ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അഖീദയിലും മൻഹജിലും പഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആളുകളെ കാഫറാക്കുന്നു എന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസിനോട് റഹിമഹുള്ളയോട് 6 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ സുഡാനിനെ ഖാളി നടത്തുന്ന വിധി അംഗീകരിക്കാൻ പറ്റുമോ? ഖാളി മോശക്കാരനല്ല പറയുന്നത്. ഖാളി അടുക്കൽ സാക്ഷി പറയുന്ന ആൾ ഒന്നുകിൽ നമസ്കരിക്കാത്തവനാവും, നോമ്പ് വിൽക്കാത്തവനാവും, അല്ലെങ്കിൽ മരിച്ച ആളുകൾ ഉപദ്രവങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരനെ പോലുള്ള ഒരുത്തനാകാം. നമ്മുടെ നാളെ സമസ്തക്കാരന് ചോദ്യത്തിലില്ല. സമസ്തക്കാരൻ എന്താ വിശ്വസിക്കുന്നത്? ഉപദ്രവങ്ങൾ ചെയ്യാൻ അള്ളാഹു അല്ലാത്ത ആളുകൾ കഴിയും. അങ്ങനെയുള്ള ആളാകാം. ഇവന്റെ വിധി മാസം ഉറപ്പിക്കുന്ന വിഷയത്തിലോ അല്ലാത്തതിലോ സ്വീകരിക്കാൻ പറ്റുമോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള കാര്യം, തൗഹീദിലും സുന്നത്തിലും ആര് നിലകൊള്ളുന്നുവോ അവന്റെ വിധി സ്വീകരിക്കാം. സാക്ഷിനെ കുറിച്ചല്ല പറഞ്ഞത്, അവന്റെ വിധി സ്വീകരിക്കാം. അല്ലാത്തവന്റെ വിധി സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാത്ത ഒരുത്തന്റെ സാക്ഷ്യമോ ഒരുത്തന്റെ വിധിയോ സ്വീകരിക്കാൻ പാടില്ല. ഇത് ചില്ലറക്കാരനെ കുറിച്ചല്ല ചോദിച്ചത്, സുഡാനിലെ ഔദ്യോഗിക ഖാളിയെ കുറിച്ചാണ് ഇബ്നു ബാസിനോട് ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെ ഔദ്യോഗിക ഖാളിയില്ല, ഔദ്യോഗിക കമ്മിറ്റി ഇല്ല. പിന്നെ ഈ കണ്ണ് കണ്ടവനൊക്കെ ഇവിടെ ഖാളിമാരാണ്, 100 കണക്കിന് ഖാളിമാരാണ്. ഈ ഖാളിമാർ ഇപ്പറഞ്ഞ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണോ? അല്ലേ? അല്ലെന്ന് പറയാൻ നമുക്ക് എന്താ തെളിവ്? ഖുർആൻ ഓതിയിട്ടാണ് ഇവർ ശിർക്ക് സ്ഥാപിക്കുന്നത്, ഹദീത്ത് ഓതിയിട്ടാണ് ശിർക്ക് സ്ഥാപിക്കുന്നത്. ഇവർക്ക് എന്തോ ഉദുറുമ്പിൽ ജഹ്ല. അപ്പൊ ഈ ആളുകളോടൊപ്പം നിൽക്കണം എന്ന് പറയാനാണ് അൽബാനിക്കെതിരിൽ അൽബാന്റെ ശിഷ്യനെ കൊണ്ടുവരുന്നത്, ഇബ്നു ബാസിനെതിരിൽ ഇബ്നു ബാസിന്റെ ശിഷ്യനെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ വാരിത്ത് ഇത് അംഗീകരിക്കാൻ പറ്റൂല, നിങ്ങൾ തൗഹീദും സുന്നത്തുമുള്ള ആളുകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അയാൾ പ്രായം കുറഞ്ഞ ആളാണ്, ചെറിയ പണ്ഡിതനാണ്, വലിയ ആളിലേക്ക് മടങ്ങണം. ഇബ്നു ബാസ് പറയുന്നത് തൗഹീദും സുന്നത്തും ഇല്ലാത്തവന്റെ വിധി സ്വീകരിക്കേണ്ടതില്ല, അതനുസരിച്ച് അമല് ചെയ്യേണ്ടത്. അവന്റെ ഇസ്ബാത്ത്, അവന്റെ മാസം ഉറപ്പിക്കൽ അമല് ചെയ്യാൻ യോഗ്യമല്ല. അത് അഖീദാപരമായ അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ മനസ്സിലാക്കലാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് അഖദിയായ ഒരു തെറ്റാണ് എന്നാണ്. അതുപോലെ മൻഹജിയായ അബദ്ധങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഉദാഹരണത്തിന് ഈ മാസപ്പറ വിഷയത്തിൽ കാണിക്കുന്ന സമീപനങ്ങൾ, അതുപോലെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ, നവാസിലുകൾ സംഭവിക്കുമ്പോൾ, മുസ്ലിം ഉമ്മത്തിൽ ഉടനെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന എടുത്തിയാട്ടം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് മൻഹജിയായ വിഷയങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രഖ്യാപനം എല്ലാ സന്ദർഭത്തിലും എന്ത് ചെയ്യില്ല, ഫലം ഉണ്ടാക്കിയില്ല, ഷർറായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാവും. സമസ്തക്കാർ മുസ്ലിമീങ്ങളാണ് എന്നതാണ് പൊതുവായ വിധി. ശരിയപ്പോ എന്തുകൊണ്ടാണ് മാസപ്പിറവിയുടെ വിഷയം വന്നപ്പോൾ സമസ്തക്കാർ ശവപൂജകരാണ്, അവരുടെ നിലപാട് പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ പറയാൻ കാരണം? അതിന്റെ കാരണം എന്താണ്? സമസ്ത ഉണ്ടാക്കിയത് തന്നെ, സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന്, CM മടവൂരെ കാക്കണേ എന്ന്, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ്. ഇസ്ലാമും സമസ്തയും തമ്മിലുള്ള അകൽച്ച എത്ര വലുതാണ്. ശരിയാണ്, നമുക്ക് ഒരാളെ കുറിച്ച് അറിയാം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണ്, ഖുർആൻ അറിയാം, അതിന്റെ അർത്ഥം അറിയാം, കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. ഇത് നമുക്ക് വ്യക്തമായിട്ട് ഒരാളറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളുമായി നിലപാട് സ്വീകരിക്കാം. അയാൾ പിന്നെ നിസ്കരിക്കേണ്ടതില്ല, അയാൾ അർത്ഥം തിന്നേണ്ടതില്ല, അയാളോട് സലാം പറയേണ്ടതില്ല, മടക്കേണ്ടതില്ല. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു, ഒരു കുഴപ്പമില്ല. കാരണം നീ അറിഞ്ഞ കാര്യത്തിന്റെ പേരിലാണ് ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നീ റോട്ടിലിറങ്ങിയിട്ട് ഗാഫറാകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന്റെ പേര് മാധ്യമല്ല. അതേസമയം അറിഞ്ഞതിനനുസരിച്ച് നീ നിലപാട് സ്വീകരിച്ചാൽ യാതൊരു കുറ്റവുമില്ല, ഒരു കുഴപ്പവുമില്ല. എന്നല്ല അങ്ങനെ വ്യക്തമായി ബോധ്യമായവന്റെ പിന്നിൽ പോയി നിസ്കരിക്കരുത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അത് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, മറിച്ച് കിതാബ് ഓതിയിട്ടുണ്ട്, സകലതും അറിയാം, ഖുർആനിന്റെ അർത്ഥം അവൻ അറിയാം എന്നല്ല. സുബ്ഹാനല്ലാഹ്, ഇവരിൽപ്പെട്ട ചില ആളുകൾ തൗഹീദിന്റെ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകം ഉയർത്തിക്കാട്ടി സലഫികളുടെ നേതാവ് ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരാണ്. അവരാണോ തെളിവെത്താത്തത്? തൗഹീദിന്റെ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകം ഉയർത്തിക്കാട്ടി സലഫികളുടെ നേതാവ് ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരാണ്. അവരാണോ തെളിവെത്താത്തത്?
അല്ല, അങ്ങനെയുള്ള ആളുകൾ പിന്നിൽ നിസ്കരിക്കേണ്ടതില്ല. ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ ഒരു വ്യക്തി അള്ളാഹു ഖബറാളികളെ വിളിച്ചു തേടുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്താലും അവനെ പരിഗണിക്കുക എന്തായിട്ടാണ്? മുസ്ലിമിന് ശിർക്ക് സംഭവിച്ചതായിട്ടാണ്. മുസ്ലിമിന് ശിർക്ക് സംഭവിച്ചതായിട്ടാണ്. അതല്ലാതെ അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെയാണ് ഉസ്ർ ബിൽ ജഹലിന്റെ മസ്അല വരുന്നത്. അത് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, മറിച്ച് കിതാബ് ഓതിയിട്ടുണ്ട്, സകലതും അറിയാം, ഖുർആനിന്റെ അർത്ഥം അവൻ അറിയാം എന്നല്ല. സുബ്ഹാനല്ലാഹ്, ഇവരിൽപ്പെട്ട ചില ആളുകൾ തൗഹീദിന്റെ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകം ഉയർത്തിക്കാട്ടി സലഫികളുടെ നേതാവ് ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനാണ്. അവരാണ് തെളിവെത്താത്തത്. തൗഹീദിന്റെ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകം ഉയർത്തിക്കാട്ടി സലഫികളുടെ നേതാവ് ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനാണ്. അവരാണ് തെളിവെത്താത്തത്. ഞാൻ ഈ വാദം പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഇവരിന്നീ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന അഭിപ്രായം, അഥവാ ഈ ശിർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അവർ അടിസ്ഥാനപരമായി കാഫിറാണ് എന്ന് പറയുന്ന വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ പോലും പറഞ്ഞ വാദമല്ല. സനഅനി അങ്ങനെ പറഞ്ഞത് ഉലമാക്കൾ തള്ളിയിട്ടുണ്ട്. എന്നിട്ട് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ പറയാണ് ഇത് അഹ്ലുസുന്നത്തിന്റെ വാദമല്ല, മറിച്ച് അഹ്ലുസുന്നയുടെ വാദം ഉസ്ർ അഹ്ലുസുന്നന്റെ വാദം അവനെ മുസ്ലിമിനെ ശിർക്ക് സംഭവിച്ചവനായിട്ടാണ് പരിഗണിക്കുക. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാദമെന്ന് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ വലാമിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ ശരിക്കും പഠിക്കണം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇന്നിവർ സ്വീകരിക്കുന്ന നിലപാട് ഉലമാക്കളുമായി ഒരു ബന്ധവുമില്ലാത്ത നിലപാടാണ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വാദമാണത്. പുതിയൊരു വാദം, അഹ്ലുസുന്നന്റെ ഒരു ആലിമും സ്വീകരിക്കാത്ത വാദം, അഹ്ലുസുന്നന്റെ പരിഗണിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ പോലും പറയാത്ത വാദമാണ് ഇവർ ഈ പറഞ്ഞ വാദം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവരുടെ ഉദ്ദേശം എന്തല്ല, സലഫികൾക്കിടയിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കലൊന്നല്ല, മറിച്ച് ഷെയ്ഖ് റബീഅ പറഞ്ഞതുപോലെ സലഫികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. قالوا إن الشيخ يكفر المسلمين. نقول من هم المسلمون الذين كفرهم الشيخ؟ بينوا لنا إن كنتم تريدون فرع عباد القبور. هؤلاء كفرهم الله وكفرهم رسول الله صلى الله عليه وسلم. علماء المسلمين بالإجماع الذي يدعو غير الله أو يعبد غير الله أو يستغيث بغير الله من الأموات ويستجير بالأضرحة والقبور، وإنما هذا كفره الله في القرآن وكفره الرسول صلى الله عليه وسلم في السنة وكفره المسلمون العلماء بالإجماع، أن من دعا غير الله أو ذبح لغير الله أو نذر لغير الله أو استغاث بالأموات وطاف بقبورهم وطلب منهم المدد هذا مشرك عند الشيخ وعند غيره من الأئمة، فلم يكفره الشيخ رحمه الله. سبحان الله، يقولون تكفروننا وهم على عبادة غير الله. هل الذي يدعو غير الله هل هو كافر ولا مسلم؟ كل يقول إنه كافر. ഈ ശിർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അവർ അടിസ്ഥാനപരമായി കാഫിറാണ് എന്ന് പറയുന്ന വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ പോലും പറഞ്ഞ വാദമല്ല. ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين. മുശ്രിക്ക് അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വിളിക്കുന്നവൻ മുശ്രിക്കല്ലാന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നീയും മുശ്രിക്കാൻ. എന്താണ് ഇസ്ലാം മനസ്സിലായിട്ടില്ല. മൊയ്തീശയെ കാക്കണേ, അല്ലെങ്കിൽ ബദരീകളെ കാക്കണേ, അല്ലെങ്കിൽ മുഹൂർത്തങ്ങളെ കാക്കണേ, ഇവൻ മുസ്ലിമല്ല എന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ മുസ്ലിമല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത്രയും ഗൗരവമേറിയാണ് ഈ ശിർക്കിന്റെ കാര്യം. ഇപ്പൊ നിങ്ങളുടെ അരികിലുള്ള ഒരാൾ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നത് ഉഴുതുറുണ്ട്, ഷിർക്കുൽ അക്ബറിൽ ഉഴുതുറുണ്ട്. ഒരാൾ കുഫർ സംഭവിച്ചു പോയാൽ, ഷിർക്ക് സംഭവിച്ചു പോയാൽ അയാൾക്ക് അറിവില്ലായ്മ കാരണത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായീകരണമുള്ള കാരണത്താൽ, വ്യാഖ്യാനമുള്ള കാരണത്താലാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരുവൻ പറഞ്ഞാൽ ആ വാദം അംഗീകരിക്കാൻ, അഥവാ അവന് ഉദുർ കൊടുക്കുന്ന വാദം അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് വിശാലാകണം. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കാണിക്കുന്ന രീതിയാണ്. يقول عن عباد القبور بأنهم مسلمين، ما ردك على من يقول عن عبدة القبور يقول أنهم مسلمين؟ والله هذا مسكين، هذا إلى الآن ما فهم التوحيد، على حقيقته. الذي يقول عبدة القبور ليسوا بكفار، وهو يعبد القبور ويدعوها من دون الله ويقول يا فلان اغثني أمدني
بفضلك اكشف مرضي، أجب دعوتي، أصلح ولدي، كثر مالي، غير ذلك من الأمور، فهذا مخطئ لا شك في ذلك، وقد وقع في مخالفة العقيدة ودعا بدعوة المشركين الذين نزل فيهم القرآن بقوله. هل يعتبر يا شيخنا من المرجئة الذي لا يكفر عباد القبور؟ نعم. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പ്രൊഫസർ നദീവ് പറയുന്ന ഈ നിലപാടുകളുടെ സ്വാധീനം അവരുടെ സംസാരങ്ങളിലുണ്ട്. പിന്നെ ഹോട്ടലുകളിൽ കയറിയാൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ വരെ ഹോട്ടലിൽ കയറിയാൽ പിന്നെ അറുത്ത ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ട്. അത് തെറ്റാണ്. അത് അവിടെ കൂടിയ ആളുകൾ ചിലർക്ക് ആ പ്രശ്നമുണ്ട്. പിന്നെ ആ അറുക്കുന്ന വ്യക്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ നമ്മളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കാം. മുസ്ലിം ആണെന്ന് മാത്രമേ അറിയുള്ളൂ. ഖുറാഫിയാണെങ്കിൽ തന്നെ ശിർക്ക് ചെയ്യുന്ന ആളാണോ അല്ലേ സംശയം ആണെങ്കിൽ നമുക്ക് തിന്നാം. കാരണം അസല് ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിൽ അവന് മുസ്ലിം ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ശിർക്ക് ചെയ്യുന്ന ആളാണ് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഷിർക്കിൻ്റെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ തിന്നാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഉലമാക്കളടുത്ത് പഠിച്ചിട്ടുള്ളത് ഷിർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ജാഹിലാണെങ്കിൽ അവനെ മുസ്ലിമായിട്ട് തന്നെയാണ് പരിഗണിക്കാമെന്നാണ്. ആ അഭിപ്രായമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം, അവരെ അറുത്തത് കഴിക്കാം. إليكم يقول السائل: ما حكم أكل ذبائح عباد القبور الذين في عصرنا الحالي وهم يصلون ويصومون ويقومون بجميع أنواع العبادات؟ نعم. المشرك لا تؤكل ذبيحة ولا يصلى خلفه ولا تقبل صلاته ولا صيامه ولا صدقته ولا يحل له أن يدخل مكة، وعليه أن يتوب إلى الله من الشرك قبل أن يموت على ذلك، فإن من مات على الشرك حرم الله عليه الجنة ومأواه النار وما للظالمين من. أنت ذاهب إلى الله اليوم أو غدا وتنزل في قبرك وفي لحدك. أول ما تنزل يأتيك الملائكة ويسألونك، فماذا أعددت من الجواب؟ لا بد أنك تهتم بهذا الأمر وتعيش عليه، تموت عليه، تتمسك به، وهو أمر ميسر لمن يسره الله عليه. فالأمر مهم جدا علينا جميعا وعلى المسلمين جميعا أن يهتموا بهذه العقيدة ويتواصوا بها ويدرسوها لأولادهم وأولاد أولادهم وأولاد المسلمين.